സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. നെഹ്റുവിനെ ഞങ്ങൾ വിട്ടു എന്നാണ് കോൺഗ്രസിന്റെ ആളുകൾ പറഞ്ഞത്. ഞങ്ങളും വിട്ടു. കാരണം ആദ്യമേ അദ്ദേഹം വിട്ടു എന്ന് പറയാൻ കാര്യം പിന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇവിടുത്തെ ബ്രിട്ടീഷുകാരുടെ പല ഷേവ് ചെയ്ത് കൊടുത്തതിനെ കുറിച്ചും അതുപോലെ തന്നെ ചില സ്ത്രീകളുമായിട്ടും ബന്ധപ്പെട്ടും സിഗരറ്റ് വലിക്കുന്നതും കഞ്ചാവ് വലിക്കുന്നതും അവരുമായിട്ട് ചുറ്റിക്കറങ്ങുന്ന നേതാക്കളുടെയൊക്കെ പൈതൃകം പേറി നടക്കുന്നവർ, ആ പൈതൃകം പേറി നടക്കുന്നവർക്ക് സ്വാഭാവിക ആരെ എന്തും പറയാം. ശ്രീ മനു പ്രസാദ്, ജനാധിപത്യ ഇന്ത്യ എന്നത് പേരിന് മാത്രമാണ്. ഈ സമരം ആര് ചെയ്താലും അടിച്ചൊതുക്കും, എല്ലൊടുക്കും, അടച്ചുപൂട്ടും എന്നുള്ള നിലപാടാണ്. അല്ല, അതങ്ങനെ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പോൾ അങ്ങനെയല്ല. ഒരു കാലഘട്ടത്തിൽ അങ്ങ് പറഞ്ഞത് ശരിയാണ്. ജനാധിപത്യ രാജ്യമെന്നൊക്കെ നമ്മൾ പറയുന്നതെങ്കിൽ വന്ധീകരിക്കപ്പെടുകയും ആളുകളെ കൊല ചെയ്യപ്പെടുകയും പ്രതിപക്ഷ ആൾക്കാരെ സമരം പോലും ചെയ്യാൻ അനുവദിക്കാതെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നുമല്ല. പ്രതിഷേധിക്കാനും അതുപോലെ തന്നെ സമരം ചെയ്യാനും എല്ലാ അവകാശവും ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അത് ആവോളം വേണ്ടുവോളം ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാവരും അത് ചെയ്യുന്നതിന് യാതൊരുവിധ എതിർപ്പുമില്ല. അത് നമ്മൾ കാണുന്നുണ്ട്. ആ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അതിൽ ഞങ്ങൾക്ക് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസം ആ കാര്യങ്ങളിലില്ല. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ശ്രീ ജിൻഡോ ജോൺ, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക. ആ ആവശ്യം അങ്ങ് ചോദിക്കുക, അല്ലെങ്കിൽ ആ ആവശ്യം അങ്ങ് മുന്നോട്ട് വെക്കുക. അതിന്മേൽ കേന്ദ്ര സർക്കാരുമായി ഒരു ഡയലോഗ് ഉണ്ടാക്കുക, ചർച്ച നടത്തുക. ആ ചർച്ച നടത്തി കഴിഞ്ഞിട്ട് ആ ആവശ്യം നേടിയെടുക്കുക എന്നൊരു അവസ്ഥ ഇല്ലാത്ത ഗതിയിലേക്ക് പ്രതിപക്ഷം മാറിയോ? എനിക്കൊരു ഉപകാരം ചെയ്യൂ, പറ. നീ വാ പൊളിക്കരുത്. ചർച്ച എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു സാഹചര്യം മാത്രമാണ്. വന്നാൽ പ്രതിപക്ഷത്തിന് പിന്നെ ചെയ്യാനുള്ളത് തെരുവിലിറങ്ങുക എന്നുള്ളതാണ്. രാജ്യത്തിന്റെ ജനാധിപത്യം വലിയ രീതിയിൽ കൊള്ളയടിക്കപ്പെടുമ്പോൾ മോഷ്ടിച്ചെടുത്ത വിജയത്തിന്റെയും വ്യാജ സർട്ടിഫിക്കറ്റിന്റെയും മേൽവിലാസത്തിൽ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ, ആ സർക്കാരിന്റെ കാലത്ത് ജനാധിപത്യം പോലും കശാപ്പ് ചെയ്യപ്പെടുമ്പോൾ പിന്നെ തെരുവിലിറങ്ങുക എന്നുള്ളത് മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ മുമ്പിലുള്ള വഴികൾ. ഇത്രയും ദിവസം സംഘപരിവാർ ചോദിച്ചെവിടെയാ രാഹുൽ എവിടെ, രാഹുൽ എവിടെയെന്ന്. രാഹുൽ വന്നു. രാഹുൽ ഗാന്ധി തെരുവിലിറങ്ങിയപ്പോൾ 7 കല്യാൺ മാർഗിലെ നരേന്ദ്രമോദിയുടെ വീട്ടിലേക്ക് കയറാൻ പോലും പറ്റാത്ത രീതിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒളിച്ചിരിക്കേണ്ട ഗതികേടിലേക്ക് എത്തിയില്ലേ? വിവരമില്ലാത്ത ടൈലർമാരെ കൊണ്ട് നാട് നിറഞ്ഞു. ഞാൻ പറഞ്ഞത് സത്യമല്ലടോ. പാർലമെന്റിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വീട്ടിൽ പോകാൻ പറ്റാത്ത രീതിയിൽ തെരുവിൽ സമരസജ്ജരായി നിന്ന രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ പരാജയപ്പെട്ടു പോയി മോദിയുടെ വാർദ്ധക്യം. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഞാൻ വിശ്വഗുരുവാണെന്നും പറഞ്ഞ് ലോകത്ത് 105 രാജ്യങ്ങളിലേക്ക് വിമാനയാത്ര നടത്തി അവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ, രാജ്യത്തുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ വർത്തമാനം പറയുന്ന ആൾക്ക് ചേർന്നതാണോ? അദ്ദേഹത്തിന് ചേർന്നായിരിക്കും. പക്ഷെ ഈ രാജ്യത്തിന് അഭിമാനിക്കാവുന്ന ഒന്നുമില്ല. 10 വർഷത്തിനിടയിൽ ഉത്തരവാദിയായിട്ടുള്ള മന്ത്രിയെ ചുമക്കുന്ന നരേന്ദ്രമോദിയാണ് ആദ്യം രാജിവെക്കേണ്ടത്. നരേന്ദ്രമോദിക്ക് പരീക്ഷയ്ക്കായി ഒരു ചർച്ച നടത്തിക്കൂടെ? കുട്ടികളുടെ പരീക്ഷയിലെ പേടി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ചർച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അങ്ങ് നടത്തിക്കൂടെ? ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ ഉത്തരാഖണ്ഡിൽ ആത്മഹത്യ ചെയ്ത കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയുടെ കുടുംബത്തിന്റെ അടുത്ത് പോയി ഒരു ചർച്ച നടത്താമായിരുന്നില്ലേ? അപ്പൊ ഇതൊന്നും നടത്താതെ ഈ നരേന്ദ്രമോദി പ്രതിപക്ഷത്തെയാണ് ആക്ഷേപിക്കുന്നത്, രാഹുൽ ഗാന്ധിയുടെ പ്രായത്തെയാണ് ആക്ഷേപിക്കുന്നത്. ഇന്ന് നരേന്ദ്രമോദിക്ക് വീട്ടിൽ കയറാൻ പറ്റാത്ത രീതിയിൽ ഡൽഹിയുടെ തെരുവീതി നിറഞ്ഞു നിന്നതാണ് രാഹുൽ ഗാന്ധിയുടെ സമര ചെറുപ്പം. മോദി ഈ രാജ്യത്ത് സംഘപരിവാറിന്റെ വാർദ്ധക്യം ബാധിച്ചിരിക്കുന്നു. ചോദ്യപേപ്പർ കൊള്ളയടിച്ചവർക്ക് വേണ്ടിയിട്ട് ഉത്തരമില്ലാത്ത ഭരണകൂടമായതുകൊണ്ടാണ്, ഭയമുള്ളതുകൊണ്ടാണ്. ഓഹോ, ഇതാണോ? അതെ, എന്റെ തനി സ്വഭാവം നീ അറിയും. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതൃനിരയെ ഈ വിധം നരേന്ദ്രമോദി സർക്കാരിന് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. വിമർശനം ശ്രീ മനു പ്രസാദ്. അല്ല, ഇതില് കേരളത്തില് വലിയ തോതിൽ ചർച്ചയാകുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ് ഇത്. അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷെ 2-3 കാര്യങ്ങളാണ് ആവർത്തിച്ച് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. കുറ്റക്കാരെ തുറങ്കിലടയ്ക്കണം, അതിൻ്റെ കുറ്റത്തിൽ നേരിട്ട് പങ്കെടുത്ത ആൾക്കാരെ തുറങ്കിലടയ്ക്കണം എന്നൊരാവശ്യം ഇവർക്ക് ഉയർത്താൻ പറ്റുന്നില്ല. 2, അതിനെതിരെ ഏതെങ്കിലും ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കണം എന്ന് ഈ സമരക്കാർക്ക് ആവശ്യപ്പെടാൻ പറ്റുന്നില്ല. അതിൻ്റെയൊക്കെ കാരണം എന്താണ്? സ്വാഭാവികമായിട്ടും ഇത്തരമൊരു സംഭവം പുറത്തു വരുന്ന സമയത്ത് അതിനോടെടുക്കേണ്ട എല്ലാ സമീപനങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എടുത്തു കഴിഞ്ഞു. നമുക്ക് മനസ്സിലാക്കാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നെന്താണ്, ഇത്തരത്തിലൊരു സംഭവം നടക്കാൻ പാടില്ലാത്തതാണ്. ഒരു സംശയമില്ല. കേരളത്തിലെ നീറ്റുമായി ബന്ധപ്പെട്ട് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതിൽ ഒരു സംശയമില്ല.
ഇന്ത്യയിൽ ഞാൻ തിരുത്തുന്നു, ഇന്ത്യയിൽ സംഭവിക്കാൻ പാടില്ലാത്ത രീതിയിൽ സംഭവിച്ചു. ആ സംഭവിച്ച കാര്യത്തിനെതിരെ ശക്തമായ നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിനെതിരെ നടപടി സ്വീകരിച്ചു, അതിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു, അതിൽ കുറ്റക്കാരായി കണ്ടെത്തിയ പലരും അറസ്റ്റ് ചെയ്തു. ഇനിയും അന്വേഷണം തുറന്നു നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ഇത്തരം സംഭവങ്ങൾ പുറത്തു വരാതിരിക്കാനുള്ള ഇടപെടലുകൾ നടത്തുന്നു. അതിന് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ തരത്തിലുമുള്ള സമീപനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അപ്പോഴാണ് ചർച്ചയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ചർച്ച വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പറയും, ഈ ഇന്ത്യയിൽ ഉദാഹരണത്തിന് ഇപ്പോൾ നീറ്റുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ചർച്ചയാണല്ലോ. നിങ്ങൾ ഇതിനു മുമ്പ് ഭരിച്ച പ്രതിപക്ഷത്തിന്റെ പല ആളുകൾ, കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് അധികാരത്തിന് നേതൃത്വം കൊടുത്തവരാണല്ലോ. എന്തായിരുന്നു വിദ്യാഭ്യാസ മേഖലയ്ക്ക് നിങ്ങളുടെ സംഭാവന? ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത്, ഇന്ത്യ എന്ന് പറയുന്ന ഈ നാട്ടിൽ നമ്മുടെ നരേന്ദ്രമോദിജി വന്നതിന് ശേഷം ഉണ്ടായ മാറ്റം എന്താണ്? താങ്കൾക്കുണ്ടാവുന്ന എനിക്കറിയാം. ഞാൻ അതിലേക്കൊക്കെ സമയം തരും. സമയം തരുമെന്ന് ഉറപ്പ് തന്നുകൊണ്ട് തന്നെയാണ് ഞാൻ താങ്കളോട് ഇടപെടുന്നത്. അവരും ഭയപ്പെടുന്നു, അങ്ങും ഭയപ്പെടരുത്. അല്ലല്ല, എനിക്ക് ഇതിനകത്ത് വളരെ സ്പെസിഫിക് ആയ ചില ചോദ്യങ്ങളുണ്ട്. താങ്കൾ ആ ചോദ്യങ്ങൾ നേരിടൂ. ചോദ്യങ്ങളോട് ഭയമില്ല. അവർ പറഞ്ഞതെല്ലാം ചോദ്യങ്ങളിൽ നിന്ന് ഞാൻ ആ ചോദ്യം ഫസ്റ്റിലേ നേരിട്ടു, ആദ്യം തന്നെ നേരിട്ടു. നിങ്ങൾക്ക് ഭയമില്ല, നിങ്ങൾക്ക് എല്ലാത്തിനും മറുപടി ഉണ്ട് എങ്കിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മല്ലികാർജ്ജുന ഖർഗെ ഉൾപ്പെടെയുള്ള നേതാക്കളെ ഈ വിധം വലിച്ചിഴക്കേണ്ടിയും നേരിടേണ്ടിയിരുന്നോ? റാഷിദ്, അങ്ങയുടെ കയ്യിൽ അങ്ങൊരു അവതാരകനാണ്, അങ്ങാണ് ഈ ചർച്ച നിയന്ത്രിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എനിക്ക് സംസാരിക്കാൻ അവസരം തരില്ല എന്ന് അങ്ങ് തീരുമാനമെടുക്കരുത്. ഈ ചർച്ചയിൽ നരേന്ദ്രമോദിജിക്കെതിരെ തെറ്റായതും വസ്തുതാവിരുദ്ധവുമായ, ഞാൻ സൂചിപ്പിക്കട്ടെ, വസ്തുതാവിരുദ്ധവുമായ ഏതൊരു നിലവാരമില്ലാത്ത രീതിയിലും ചർച്ച കൊണ്ടുപോയ കോൺഗ്രസിന്റെ പ്രതിനിധി വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഇടപെടാത്തത് എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുമെന്നുള്ളത് കൊണ്ടാണ്. എന്റെയും നിങ്ങളുടെയും പ്രധാനമന്ത്രിയെ ഒരു ഇതുമില്ലാതെ, അതായത് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് പറ, അതൊന്നുമില്ലാതെ ഏറ്റവും മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ഇവിടെ നിന്ന് പലതും വിളിച്ചു പറയുമ്പോൾ ഞാൻ പറയുന്നതില്ലല്ലോ പല പ്രതിപക്ഷ നേതാക്കളെയും തപ്പി പട്ടായയിലേക്ക് പോകേണ്ടി വരുമെന്ന് ഞാൻ പറയില്ല. അത് ഈ ചർച്ചയിൽ പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. അതല്ല ഈ ചർച്ചയുടെ ആവശ്യം. അങ്ങനെ പലതും വിളിച്ചു പറയുമ്പോൾ ഞാൻ അതിൽ ഇടപെടാതിരുന്നത് അങ്ങ് തരുമെന്നുള്ളത് കൊണ്ടാണ്. 14 വരെ ഈ രാജ്യത്തുണ്ടായിരുന്ന മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം എത്രയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഏതാണ്ട് 51,348. ഇപ്പോൾ മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം എത്രയാണെന്ന് അറിയാമോ കുട്ടികൾക്ക്? 1,15,900. അതുകൊണ്ട് ഏതാണ്ട് 64,552 മെഡിക്കൽ സീറ്റുകളുടെ വർധനവ്. ഈ രാജ്യത്തെ എയിംസുകളുടെ എണ്ണം ഈ രാജ്യത്ത് എത്രയായിരുന്നെന്ന് അറിയാമോ? കോൺഗ്രസിന്റെ ഇതുവരെയുള്ള ഭരണകാലത്ത് 7, ഇപ്പോൾ അത് 23. അതായത് 16-ലധികം എയിംസുകളുടെ വർധനവ്. ഈ രാജ്യത്ത് IIT-കളുടെ എണ്ണം കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ എത്രയായിരുന്നു? ഈ രാജ്യത്തുണ്ടായിരുന്നത് 16, ഇന്നത് 23. ഏതാണ്ട് 7-ലധികം IIT-കളുടെ എണ്ണത്തിലെ വർധനവ്. ഈ രാജ്യത്ത് IIM-കൾ എത്രയുണ്ടായിരുന്നു? ഈ രാജ്യത്ത് 13. ഇന്നത്തെ അവസ്ഥ എന്താ? 21. അതായത് കോൺഗ്രസ് ഇത്രയും കാലം ഭരിക്കുന്നതിന്റെ ഇരട്ടിയിലധികം, അല്ലെങ്കിൽ 100% മുകളിലേക്ക് ഓരോ കാര്യത്തിലും ഉണ്ടായ ഈ രാജ്യത്തെ വർധനവ്. ഞാൻ പറയും, ഈ രാജ്യത്തെ ഈ നീറ്റ് സംവിധാനം വരുന്നതിന് മുമ്പ് ഈ രാജ്യത്ത് എത്ര സംവിധാനങ്ങൾ, 12 കൊല്ലമായിട്ട് പരിഹരിക്കാൻ കഴിയാത്ത, ആ മാഫിയെ പിടിച്ചു കെട്ടാൻ കഴിയാത്ത ഒരു വിദ്യാഭ്യാസ വകുപ്പ് ഒരു പ്രധാനമന്ത്രി അതിന്റെ വക്താവ് ഇവിടത്തെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിങ്ങൾ പറയുമ്പോൾ ഒന്നും ചെയ്യാത്ത ഒരു കൂട്ടരോട് ഞാൻ പറയട്ടെ, ഒന്നും ചെയ്യാത്ത സീറോയിൽ നിൽക്കുന്ന ഒരു കൂട്ടരുടെ അവരെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് നമ്മൾ മറുപടി പറയണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഈ രാജ്യത്തെ ഇത്രയും കാലം അവസരം കിട്ടിയിട്ട് ഒന്നും കണ്ടിട്ടില്ല. അവർ ചെയ്തത് കൊണ്ടല്ലേ ഈ 16 ഉണ്ടായത്. 16 23 എന്നാണ് ഇപ്പൊ താങ്കൾ പറഞ്ഞത്. 16 എന്താ 0 ആയിരുന്നോ? അല്ല, ഞാൻ ചോദിക്കുന്നത് നെഹ്റുവിന്റെ കാലം മുതൽ മൻമോഹൻ സിംഗിന്റെ കാലം വരെയുള്ള കാലഘട്ടത്തിലെ IIT-കളുടെ എണ്ണമാണ് പറയുന്നത്. നരേന്ദ്രമോദി സർക്കാർ പണ്ട് തൊട്ടേ ഉത്തരവാദി, അത് നമുക്കറിയാം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊരു പുതിയ അങ്ങനെയാണ് ചർച്ച പോകുന്നതെങ്കിൽ ആ രീതിയിൽ പോകാൻ എനിക്ക് പറ്റും. ഇതിനകത്ത് ഞാൻ വർഷമായി നരേന്ദ്രമോദി അങ്ങയോട് ഞാൻ ചോദിക്കട്ടെ, അങ്ങെന്തായാലും കോൺഗ്രസിന്റെ വക്താവ് ഏറ്റെടുത്തല്ലോ. ഞാൻ ചോദിക്കട്ടെ, 60 വർഷം കണക്ക് തന്നെയാണ് ചോദിക്കുന്നത്. 12 വർഷം ഭരിച്ചിട്ട് ചോദ്യപേപ്പർ എത്ര നിർത്താൻ പറ്റിയോ? എന്നെ പൂർത്തിയാക്കാതെ അങ്ങ് ഇടപെടുന്നത് ശരിയാണോ? ഞാൻ താങ്കൾക്ക് പലതവണ വഴങ്ങി തന്നിട്ടുണ്ട്. എന്റെ ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടും താങ്കൾ ഇതേ വാദം ഞാൻ മിണ്ടാതിരുന്നിട്ടുണ്ട്. ഇനിയും ചോദ്യങ്ങളിലേക്ക് താങ്കൾ വന്നേ പറ്റൂ. അങ്ങനെയാണല്ലോ ചർച്ച പോവാ.
ഇനിയെങ്കിലും ചോദ്യങ്ങളിലേക്ക് താങ്കൾ വന്നേ പറ്റൂ, ദയവായി. പറഞ്ഞു രണ്ട് കൂട്ടർക്ക് ആവശ്യത്തിന് സമയം കൊടുത്ത് അവര് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെനിക്ക് മറുപടി പറയണം. താങ്കൾ ആവശ്യത്തിന് മറുപടി പറഞ്ഞു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇടപെട്ടത്. നരേന്ദ്രമോദിജി സമയം തന്നിട്ടുണ്ട്. ഇല്ല, ഇനിയും തരാമെന്നാണ് പറയുന്നത്. അങ്ങ് അതിലൊരു കാര്യം ആഡ് ചെയ്തു, അതിനെനിക്ക് മറുപടി പറയണം. അങ്ങ് ഇടപെട്ടതിന് മറുപടി പറയണം. അങ്ങ് ആഡ് ചെയ്ത് പറഞ്ഞത് എന്താണ്? ഇവിടെ 16 ഉണ്ടായത് വെറുതെ ഉണ്ടായതാണോ? അതായത് 2014 വരെ ഇന്ത്യയിൽ ദീർഘകാലം ഭരിച്ച കോൺഗ്രസ് 16 IIT-കളെ ഉണ്ടാക്കിയുള്ളൂ. എന്നാൽ 12 വർഷം പൂർത്തിയാക്കുന്ന ഒരു ഗവൺമെന്റ് 23-ലേക്ക് അത് എത്തിച്ചു എന്ന് പറയുമ്പോൾ എത്ര ശതമാനത്തിന് വർധനവ് എത്തിച്ചു? ആ വർദ്ധിച്ച സർക്കാർ മോശമാണ്. ഒന്നും ചെയ്യാത്തവരെ എന്തിന് കേൾക്കുന്നു എന്ന് താങ്കൾ ചോദിച്ചപ്പോഴാണ് ഞാൻ ആ 16ന്റെ കാര്യം പറഞ്ഞത്. അല്ലാതെ നിങ്ങളുടെ രണ്ട് സർക്കാരുകളുടെയും നേട്ടത്തിൽ അത് പറഞ്ഞപ്പോൾ തന്നെയാണ് ഒന്നും ചെയ്യാത്തവരെ എന്തിന് കേൾക്കുന്നു, ഒന്നും ചെയ്യാത്തവർ എന്തിന് പറയുന്നത് 16 പൂജ്യമാണോ എന്ന് ഞാൻ ചോദിച്ചത്. കണക്കുകൾ അങ്ങ് ഇടപെട്ടതുകൊണ്ട് അസ്വസ്ഥാവല്ലേ? അങ്ങ് ഈ ചർച്ചയിൽ ഞാൻ താങ്കളോട് ചോദ്യം ചോദിക്കുമ്പോൾ താങ്കൾ ചോദ്യത്തിന് ഉത്തരം പറയാത്തിൽ മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ, അല്ലാതെ മറ്റൊരു പ്രശ്നമില്ല. ഉത്തരം പറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് സുഖമായി. അല്ല റാഷിദ്, അതിനൊരു പ്രശ്നമുണ്ട്. അങ്ങ് എനിക്ക് നമ്മുടെ BJP-ക്കെതിരായിട്ട് കുറെ ക്വസ്റ്റ്യൻ മറ്റു രണ്ടുപേരോടും ചോദിച്ചു. അവരാവോളം ഞങ്ങൾക്കെതിരായി പറഞ്ഞു. അതിനെതിരെ മറുപടി പറയുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. അത് വിദ്യാഭ്യാസ പറഞ്ഞാണ് ചോദ്യം. തന്നിട്ടില്ല അവര് പറഞ്ഞത്. അജണ്ടകൾ പറയുമായിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയം തന്നെയാണ് ഈ ഗവൺമെന്റ്. അല്ല, ഞാൻ പറയട്ടെ, എന്റെ അജണ്ട എന്ന് പറയുന്നത് അവരുന്നയിച്ച ചോദ്യമാണ്. അങ്ങ് ആദ്യം ചോദിച്ചപ്പോൾ ഞാൻ സമയം എടുത്തോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ഉത്തരം പറഞ്ഞു. പിന്നെ അങ്ങ് വേറൊരു കാര്യത്തിലേക്ക് പോയി. ഞാൻ വളരെ സമാധാനത്തോട് കേട്ടോണ്ടിരുന്നു. അങ്ങ് ബാക്കി രണ്ടുപേർക്കും അവസരം കൊടുത്തു. ഞാൻ ഇടപെട്ടില്ല, അവർ പറഞ്ഞോട്ടെ എന്ന് വെച്ചു. ഇപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് കൂടുതൽ ചോദ്യം വരുന്നത് കേട്ടോ. ഇനി അതിന്റെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്റെ രാഷ്ട്രീയ ഭാവിയെ കരുതിക്കൂട്ടി തേജോധം ചെയ്യാനുള്ള നിങ്ങളുടെ ശ്രമം ഉണ്ടല്ലോ, അത് നടക്കട്ടെ. അവർ ഭരണകക്ഷികളാകുമ്പോൾ അവരോട് ചോദിക്കാം. അതുകൊണ്ടല്ലേ ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഭരണകാലത്തിലിരുന്നപ്പോൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു. മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാ മേഖലയിലും, അത് MBBS ആയാലും എല്ലാ മേഖലയിലും പറയാവുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തി. അത് കണക്കുകൾ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ല വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളല്ല. രാജ്യത്ത് ഈ സംസ്ഥാനങ്ങളെ കുറിച്ചൊക്കെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ പരീക്ഷാ പേപ്പറുകൾ വ്യാപകമായി ചോരുന്നില്ലേ? തൊഴിൽ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നില്ലേ? പിൻവാതിൽ നിയമനം നടത്തുന്നില്ലേ? പരീക്ഷ എഴുതുന്നവർക്ക് ജോലി കൊടുക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ലേ? എക്സാമുകൾ വാരിക്കോരി കൊടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ലേ? അപ്പോൾ ഇന്ത്യയിൽ എല്ലാവരും ഇത്തരം സംവിധാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇവർ ഭരിക്കുന്ന സ്ഥലങ്ങളിലും ഭരണ കാലഘട്ടത്തിലും ഇതുണ്ട്. സമരങ്ങളോടുള്ള ഇവരുടെ സമീപനം എന്തായിരുന്നു? ഇവർ വലിയ തോതിൽ പറഞ്ഞല്ലോ. ഇന്ത്യയിൽ എങ്ങനെയാണ് അടിയന്തരാവസ്ഥ രൂപപ്പെട്ടത്? പ്രതിപക്ഷ നേതാക്കളോട് ഇവർ കാണിച്ച സമീപനം എന്തായിരുന്നു? തുറന്ന് സംസാരിക്കാനോ പത്രക്കാരെ കാണാനോ സമ്മതിക്കാത്ത ഒരു നാട്ടിനെ നിങ്ങൾ എങ്ങനെയാണ് ഇത്ര ജനാധിപത്യ സംവിധാനത്തിൽ ചേർത്ത് വെക്കാൻ സാധിക്കുക? ഇറങ്ങി വരുന്നു. നിങ്ങൾ അടിയന്തരാവസ്ഥ നടപ്പാക്കുകയാണ്. പണ്ടുള്ളവർ ചെയ്തല്ലോ, കോൺഗ്രസ് സർക്കാർ ചെയ്തല്ലോ. അതുകൊണ്ട് അടിയന്തരാവസ്ഥ ഞങ്ങൾ ഇവിടെ റീക്രിയേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സമരം ചെയ്ത സോനം ജുഗിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയോ? സമരം ചെയ്യരുതെന്ന് പറഞ്ഞോ? സമരം ചെയ്യാൻ ഇറങ്ങി വന്ന അണ്ണാ ഹസരെ സമരം ചെയ്യാൻ പോലും അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സമരത്തിന് വസതിക്ക് മുമ്പിൽ പ്രതിപക്ഷ നേതാവ് ഏതുവിധ നേതൃത്വം അങ്ങ് പറ. ഞാൻ സൂചിപ്പിക്കാം, പ്രധാനമന്ത്രിയുടെ വസതിയിൽ അവർ വന്നു. അവിടെ സ്വാഭാവികമായിട്ട് അവർ സമരം നടത്തി. അവരോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയെ നിയോഗിച്ചു. അവരോട് ചർച്ച ചെയ്യാൻ പറഞ്ഞു. ഈ മന്ത്രിയുടെ അടുത്ത് പ്രതിപക്ഷ നേതൃത്വം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണെന്ന് അറിയാമോ? രാജിയൊന്നുമല്ല, രാജിയുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇതൊന്ന് പാർലമെന്റിൽ ചർച്ച ചെയ്യണം. രാജ്യത്ത് ഈ വിഷയം പോലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട വേദിയായ പാർലമെന്റിൽ ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്യാൻ അനുവദിക്കണമെന്ന് ഉറപ്പുകൊടുത്തോ? ഇത്തരത്തിൽ അങ്ങ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അങ്ങല്ലേ ചർച്ച നയിക്കുന്നത്? അങ്ങ് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങ് അസ്വസ്ഥ. ആർക്കു വേണ്ടിയാണ് അങ്ങ് പണിയെടുക്കുന്നത്? ഞാൻ ഇന്ത്യയിലെ പൗരന്മാർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത്. ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. അതിന്റെ ചെറുപ്പം പോലെയുള്ള ഈ സർക്കാരിന് വേണ്ടി വേദം ഓതുക എന്നുള്ളത് എന്റെ തൊഴിലല്ല. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പിടിപ്പുകേട് ഉണ്ടാകുന്നു എന്ന് തോന്നുമ്പോൾ ചോദ്യം ചോദിക്കാനുള്ള ഉത്തരവാദിത്തമുള്ള മാധ്യമപ്രവർത്തകനാണ് ഞാൻ. സ്തുതി പാടുന്ന മാധ്യമപ്രവർത്തകനല്ല. അങ്ങെന്താ അങ്ങോട്ട് ചോദിക്കാത്ത? ആ മാധ്യമ പ്രവർത്തകന്റെ ഉത്തരവാദിത്തം എന്താ? ഒരു കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞപ്പോൾ അവരല്ല ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അവർ ഭരിച്ച കാലത്ത് ചെയ്തിട്ടുണ്ട്. അവരല്ല ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ അവരുടെ സർക്കാരോട് ചോദിക്കുന്നുണ്ട് അധികാരമില്ല എന്നെന്തേ പറയാത്തെ?
നിങ്ങൾക്കത് പറയാം, കേരളത്തിൽ അവർ ഭരിക്കുന്നുണ്ട്. കേരളത്തിന്റെ വിഷയങ്ങളിൽ അവരോട് ചോദിക്കുന്നുണ്ട്. കേന്ദ്രം ഭരിക്കുന്നത് നിങ്ങളാണ്. ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, അങ്ങ് ചോദിക്കട്ടെ, ഇപ്പോ നിങ്ങൾ നടപടി പോലും എടുക്കുന്നില്ല, എന്തേ കേന്ദ്ര സർക്കാർ നടപടി എടുത്തു എന്ന് ചോദിക്കാത്തത്? അങ്ങ് ചോദിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ എനിക്ക് സംസാരിക്കാൻ പോലും അവസരം തരില്ല, ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അല്ലേ ചർച്ച നയിക്കുന്നത്? ഞാൻ അങ്ങയുടെ ചർച്ചയോട് വളരെ മര്യാദയോടുകൂടി ഇരുന്ന് തരുന്നതല്ലേ, അലമ്പാക്കുന്നില്ലല്ലോ, ഞാൻ ഒരു കാര്യത്തിൽ ഇടപെട്ടില്ലല്ലോ. അങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടത്തിനൊന്ന് ഒരിക്കൽ പറഞ്ഞ പ്രധാനമന്ത്രിയെ എന്തൊക്കെ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് കോൺഗ്രസിന്റെ പ്രതിനിധിയോട് പറഞ്ഞത്? അതിന് അയാളുടെ നിലവാരത്തിനനുസരിച്ച് ഞാൻ വിട്ടു, എന്താ പറഞ്ഞോട്ട്. ഞാൻ രാഹുൽ ഗാന്ധിയെ പട്ടായയിലാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നയാളാണല്ലോ, ഇവിടെ നിന്ന് കാണാത്ത ആളാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവും നെറേറ്റീവും സെറ്റ് ചെയ്യാൻ മാത്രം ഇവിടെ നടക്കുന്ന സമരങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു കൂട്ടനാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇതാ വിപ്ലവ നായകനായി ഉയർന്നു വന്ന് ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പും ഓരോ പാർലമെന്റ് തെരഞ്ഞെടുപ്പും വരുമ്പോൾ പറയുന്നതാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നില്ലല്ലോ. പറയുന്നെങ്കിലും ഞാൻ അതിലൊന്നും പോയില്ലല്ലോ, അങ്ങ് പറയിപ്പിക്കല്ലോ. ജോൺ, ഇവിടെ എന്താണ് പ്രതിപക്ഷ നേതാവ് ഇതുവരെ എവിടെയായിരുന്നു? അദ്ദേഹം അങ്ങനെയൊന്നും അതിനെ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചത് പട്ടായയിലായിരുന്നു അല്ലെങ്കിൽ മറ്റു പലയിടത്തും ആയിരുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയമായി മുതലെടുപ്പിന്റെ ഒരു സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അദ്ദേഹം പ്രത്യക്ഷപ്പെടും. ഇന്ന് അദ്ദേഹം അങ്ങനെ പ്രത്യക്ഷപ്പെട്ടത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലാണ്. ഇവിടെ ഒരു വിഷയം അങ്ങനെയാണ്, എന്നാൽ വിദ്യാർത്ഥികളുടെ വിഷയമുണ്ട്, അത് ഞങ്ങൾ പരിഹരിച്ചോളാം എന്ന് കേന്ദ്രം പറയുന്നു. ഒന്നും പറയാതിരിക്കാൻ വേണം. ആദിത്യമില്ലാത്ത കേന്ദ്രമന്ത്രിമാരാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും വലിയ അത്ഭുതങ്ങളായിട്ട് നമ്മൾ കാണേണ്ടി വരുന്നത്. ഇനി രണ്ടാമത് ഇവര് പറയുന്നത് എന്താ, നെഹ്റു എന്തിനും ഏതിനും നെഹ്റു. ഇവരെന്താ പറയുക, ഉറക്കത്തിലും പേടിക്കുന്നുണ്ടോ നെഹ്റുവിനെ സ്വപ്നം കണ്ടിട്ട്? നിങ്ങൾ നെഹ്റുവിനെ വിടുന്നേ 12 കൊല്ലമായിട്ട് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയുടെ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചോദിച്ചല്ല ഈ കുട്ടികൾ സമരം ചെയ്യുന്നത്. അവർ പരീക്ഷ എഴുതിയപ്പോൾ ആ പരീക്ഷയുടെ ചോദ്യ പേപ്പർ മറ്റേ യുവമോർച്ചയുടെയും BJPയുടെയും ആളുകൾ അത് പുറത്തെ തെരുവിൽ കച്ചവടത്തിന് വെച്ചു എന്നാ പറയുന്നത്. ട്യൂഷൻ സെന്ററിന്റെ മറവിൽ കച്ചവടം ചെയ്തു എന്നാ പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് കാണണ്ട. എന്റെ പൊളിറ്റിക്കൽ സയൻസിലോ എന്ത് തേങ്ങയിലെങ്കിലും നടത്ത്, അതല്ല ഞങ്ങളുടെ പ്രശ്നം. ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്തതിന് ഉത്തരവാദിത്തം വേണ്ടേ? ആ കുട്ടികളുടെ കുടുംബത്തിന്റെ കണ്ണീരിന് ഉത്തരവാദിത്തം വേണ്ടേ? 2.5 ലക്ഷത്തോളം കുട്ടികളാ പിന്നെ നിങ്ങൾ നടത്തിയ പരീക്ഷയിൽ പരീക്ഷ എഴുതാതെ പോയത്. അതിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? അത് ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പട്ടായ പോയി എന്ന് പറയുന്നു. രാഹുൽ ഗാന്ധിയുടെ സ്വന്തം കാച്ചിന് അദ്ദേഹം പട്ടായയിലോ എവിടെയെങ്കിലും പൊക്കോളും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സുബ്രഹ്മണ്യ സ്വാമി BJPയുടെ NDAയുടെ നേതാവാണല്ലോ. നരേന്ദ്രമോദിയോടൊപ്പം ഉറങ്ങിയ 3-4 സ്ത്രീകൾ അവർ MP-മാരും മന്ത്രി കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു മറുപടി പറഞ്ഞോ? സ്വന്തം ഭാര്യയെ പാദയാത്രയ്ക്ക് ഉപേക്ഷിച്ചിട്ട് ഓടിക്കളഞ്ഞ നരേന്ദ്രമോദിയെ കുറിച്ചിട്ട് ഗുജറാത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, മാൻസി സോണി എന്നൊക്കെ പറഞ്ഞ് പല പേരുകളും കേട്ടിട്ടുണ്ട്. കോൺഗ്രസിന്റെ നിലപാട് ഏതെങ്കിലും നേതാക്കന്മാരുടെ അടുക്കളയിലോ കുളിമുറിയിലോ കിടപ്പറയിലോ ഒളിഞ്ഞു നോക്കലല്ല. അതുകൊണ്ട് ഞങ്ങൾ ആ കഥയൊന്നും പറയുന്നില്ല. അപ്പൊ ഞങ്ങളെ നേതാക്കന്മാർ എവിടെ പോകുന്നു എന്ന് അന്വേഷിക്കാൻ പകരം ഞങ്ങളുടെ നേതാക്കന്മാർ ചോദിക്കുന്ന രാഷ്ട്രീയ മറുപടി വേണം. എന്റെ നേതാവിനെ കുറിച്ചല്ലേ പറഞ്ഞേ, മറ്റാർക്കും ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ടാവുന്നത്. ഞാൻ പറയട്ടെ, രാഹുൽ ഗാന്ധിയുടെ പ്രായമാണ് നരേന്ദ്രമോദിയെ. രാഹുൽ ഗാന്ധിയുടെ പ്രായം നരകയറിയ മുടിയേക്കാൾ രാഹുൽ ഗാന്ധിയുടെ തെരുവിൽ കണ്ട ഇന്ന് നരേന്ദ്രമോദിക്ക് സ്വന്തം വീട്ടിൽ കയറണമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് ചവിട്ടി അറസ്റ്റ് ചെയ്യിപ്പിക്കേണ്ടി വരുന്ന ആ സമര ചെറുപ്പമാണ് രാഹുൽ ഗാന്ധിയുടെ ചെറുപ്പം. പക്ഷേ മനസ്സിൽ കറുപ്പ് അടിഞ്ഞുകൂടിയിരിക്കുന്ന നരേന്ദ്രമോദിയുടെ വാർദ്ധക്യമാണ് നമ്മൾ അതിലൂടെ കാണുന്നത്. ഇവന്മാരെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ. അത് സ്വാഭാവികമായിട്ട് ഞാൻ ഇനി എന്താണ് പറയേണ്ടത്? നെഹ്റുവിനെ ഞങ്ങൾ വിട്ടു എന്നാണ് കോൺഗ്രസിന്റെ ആളുകൾ പറഞ്ഞത്. ഞങ്ങളും വിട്ടു. കാരണം ആദ്യമേ അദ്ദേഹം വിട്ടു എന്ന് പറയാൻ കാര്യം പിന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇവിടുത്തെ ബ്രിട്ടീഷുകാരുടെ പല ഷേവ് ചെയ്ത് കൊടുത്തതിനെ കുറിച്ചും അതുപോലെ തന്നെ ചില സ്ത്രീകളുമായിട്ടുള്ള ബന്ധപ്പെട്ടും സിഗരറ്റ് വലിക്കുന്നതും കഞ്ചാവ് വലിക്കുന്നതും അവരുമായിട്ട് ചുറ്റിക്കറങ്ങുന്ന നേതാക്കളുടെയൊക്കെ പൈതൃകം പേറി നടക്കുന്നവർ, ആ പൈതൃകം പേറി നടക്കുന്നവർക്ക് സ്വാഭാവിക ആരെ എന്തും പറയാം, എന്തും പറയാം. ആ പൈതൃകം പേറി ഈ രാജ്യത്ത് ആ പൈതൃകം പേറി സ്വന്തം രാഹുൽ ഗാന്ധി പട്ടായ പോകുന്ന ഇവിടുത്തെ സ്വാഭാവികമായിട്ട് ജിൻഡോ നിങ്ങളുടെ സ്വഭാവം കോൺഗ്രസ് എന്താണ്? എത്ര വൃത്തികേടാണ് എന്നെ ശരിക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു. കൈ കലക്കി കലക്കിന്ന് പറഞ്ഞാ പോലെ കലക്കി.